ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മനു. ഞാനിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ കുട്ടികളാണ് നാളത്തെ നമ്മുടെ സമൂഹം. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തായി ലഹരിയുടെ ഉപയോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. 9 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ലഹരിയുടെ ചൂഷണത്തിന് ഇരയാവുന്നത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സിഗരറ്റ്, ആൽക്കഹോൾ, അതേപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സായ LSD, ഹെറോയിൻ, കൊക്കെയിൻ, മോർഫിൻ. ഒരു കൗതുകത്തിൻ്റെ പേരിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മളെയും നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നവരെയും പാടെ തകർക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പലപ്പോഴും ഒരു കൗതുകത്തിനായിരിക്കാം നമ്മളിതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഫാമിലിയിലൊരു മെമ്പർ ആയിരിക്കാം ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ്, കോളേജ്, സ്കൂൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മളിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടായിരിക്കാം നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങുക. പക്ഷെ പിന്നീട് ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു റിക്കവർ നമുക്ക് എളുപ്പം പോസിബിൾ അല്ല. ആദ്യം ചെറിയ ലഹരികൾ തേടിപ്പോയാൽ പിന്നെ മാരകമായ ശാരീരികവും മാനസികമായിട്ടൊക്കെ മൊത്തം നമ്മുടെ ജീവിതം തന്നെ താളം തെറ്റിക്കുന്ന ലഹരിയിലേക്ക് നമ്മുടെ യുവാക്കൾ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കഴിയുന്ന ഏറ്റവും ചെറിയ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്യുക, നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുക. പിന്നീട് നമ്മൾ തീരുമാനിക്കുക, ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ഞാൻ മറ്റൊരാളെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് നമ്മൾ സ്വയം തീരുമാനമെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്രഗ്സിൻ്റെയും ചതിക്കുഴിയിൽ പെടാതെ നല്ലൊരു നാളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും.